ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സെക്ഷനാണ്. നല്ല ശ്രദ്ധിച്ചിരിക്കണം. ഒരു ചാർജഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള സ്ഥലത്ത് മൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ ഞാൻ 3 ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്, വൈ, ഇസഡ് 3 ഡയറക്ഷൻസ് ഉണ്ട്. ഇവിടെ വൈ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഇസഡ് ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെന്നിരിക്കട്ടെ. ഈ രണ്ടെണ്ണത്തിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ് എക്സ് ഡയറക്ഷനിൽ. ഓക്കെ, വിത്ത് വെലോസിറ്റി വി. അപ്പൊ ഇവിടെ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് റീജിയൻസ് ആണ്. എന്ത് റീജിയൻസ് ആണ്? ക്രോസ്ഡ് ഫീൽഡ്സ് ആണ്. എന്താണ്? ക്രോസ്ഡ് ഫീൽഡ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഒന്നിന് ക്രോസ് ആയിട്ട് അടുത്ത ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് ആര് കയറി ഓടുന്നു? ചാർജഡ് പാർട്ടിക്കിൾ, കൊഴുപ്പ് തന്നെ അല്ലേ? അപ്പൊ നോക്കൂ, അപ്പൊ കൊഴുപ്പ് പിടിച്ച ഒരു ചാർജഡ് പാർട്ടിക്കിൾ, ഈ ചാർജഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പോസിറ്റീവ് പാർട്ടിക്കിൾ ആണ്. ആരാണ്? പോസിറ്റീവ് പാർട്ടിക്കിൾ. ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാം പോസിറ്റീവിനെയാണ്. അപ്പൊ അതാണ്ട് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഇത്രയും നേരം മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തോട്ട് മാത്രമേ ഓട്ടം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡുള്ള സ്ഥലത്തും കൂടെ കയറി ഓടി തുടങ്ങി. സോ ലിസൺ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിപ്പുണ്ട്. ഇവന്മാർക്ക് രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജഡ് പാർട്ടിക്കിൾ കയറി ഓടുകയാണ്. ഏത് ഡയറക്ഷനിൽ? എക്സ് ഡയറക്ഷനിൽ. അപ്പൊ ഞാൻ ആദ്യം കഥകളെല്ലാം എഴുതാം. നിങ്ങൾ ഇവിടെ പറയും, ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ആണ്, അതിനെ എങ്ങനെ എഴുതും? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആദ്യം അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതും, പിന്നെ അതിന്റെ ഡയറക്ഷൻ പറയണം. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? വൈ ഡയറക്ഷൻ ആണ്. അപ്പൊ ജെ ക്യാപ് ഇട്ടാ പോരെ? അപ്പൊ ജെ ക്യാപ്. അപ്പൊ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം പറഞ്ഞു, പിന്നെ അതിന്റെ ഡയറക്ഷനും പറഞ്ഞു. ജെ ക്യാപ് എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷൻ ആണെന്ന് മനസ്സിലാവുമല്ലോ. ഇനി അടുത്തത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യം പറയണം. മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ പറയാം? പറയൂ. മാഗ്നറ്റിക് ഫീൽഡ് പറയുമ്പോൾ ആദ്യം അതിന്റെ മാഗ്നിറ്റ്യൂഡ് പറയണം. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇസഡ് ഡയറക്ഷൻ ആണ് അല്ലേ? ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? കെ ക്യാപ് എന്ന് എഴുതും. ഓക്കെ, ഇതിനകത്ത് രണ്ടിനും പ്രശ്നമില്ല. ഇനി വെലോസിറ്റി ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ ഒരു വെക്ടർ അല്ലേ, അതിനെ എങ്ങനെ എഴുതും? വെലോസിറ്റി എങ്ങനെ എഴുതും? ആദ്യം അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതും, പിന്നെ അതിന്റെ ഡയറക്ഷൻ പറയും. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? എക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ ഐ ക്യാപ് എന്ന് എഴുതും. ഓക്കെ, ഇപ്പൊ ഇത്രയും ആദ്യം എഴുതി. ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ 3 ഡയറക്ഷൻസ് വരച്ചു, എക്സ്, വൈ, ഇസഡ്. അതൊരു കുഴപ്പമില്ല. എക്സ് ഡയറക്ഷനിലാണ് ചാർജഡ് പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നത്. ഇനി വൈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ്, ഇസഡ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ എങ്ങനെ എഴുതും? ആദ്യം അതിന്റെ മാഗ്നിറ്റ്യൂഡ് പറയും, പിന്നെ അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഒരു എന്താണ് ജെ ക്യാപ് ഇട്ടു. അതിന് അടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിലാണ്. അപ്പൊ ആദ്യം അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി, ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി കെ ക്യാപ് എഴുതി. അടുത്ത എന്താണ്? വെലോസിറ്റി. വെലോസിറ്റി ആദ്യം മാഗ്നിറ്റ്യൂഡ് എഴുതി, ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി അതിന്റെ യൂണിറ്റ് വെക്ടർ എഴുതി. ഇത്രയും ഓക്കെയാണ്. ഇനി എന്താ വേണ്ടത്? നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം, ഈ ചാർജഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള സ്ഥലത്തൂടെയാണ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് അവന്റെ മണ്ടയ്ക്ക് ഫോഴ്സ് കൊടുത്തിരിക്കും. അപ്പൊ ഞാൻ പറയും, അതാ ഫോഴ്സ് ഗിവൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സിനെ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് ഞാൻ വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. എന്താണ്? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിച്ചു. പിന്നെ വിളിക്കുന്നോണ്ട് വിരോധമല്ല ഉണ്ടോ? ഇലക്ട്രിക് ഫോഴ്സ് എത്ര? ഇ ക്യൂ. അയ്യേ, ഒരു ചാർജിന്റെ മണ്ടയിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? ഇ ക്യൂ. അപ്പൊ പറയൂ, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിന്റെ ആൻസർ പറയൂ, ഇ ക്യൂ എന്നാണ്. ഇ ക്യൂ. ഓക്കെ, ഇ ക്യൂ. ഒരു ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത് ഇ അതുപോലെ എഴുതി. ഇയുടെ വാല്യൂ എന്താണ്? ഇ ജെ എന്നാണ്, ജെ ക്യാപ് എന്നാണ്. ക്യൂ അതുപോലെ എഴുതി. ഇങ്ങനെ എഴുതുന്ന വൃത്തികേടായതുകൊണ്ട് ഞാൻ ഇ ക്യൂ ജെ ക്യാപ് എന്ന് എഴുതി. ഓക്കെ, അതായത് ഈ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? വൈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മുടെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് മക്കളെ? വൈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത്. ചാർജഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എങ്ങനെ പോയാലും ഇലക്ട്രിക് ഫീൽഡ് എന്റെ മണ്ടയ്ക്ക് എന്ത് കൊടുക്കും? ഫോഴ്സ് കൊടുത്തിരിക്കും. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കുറെ കാലം കൊണ്ട് പഠിക്കുകയാണ്. എന്താണ് ഇക്വേഷൻ? ഇ ക്യൂ എന്നാണ്. ഇതിനകത്ത് ഇയുടെ വാല്യൂ എന്താണ്? ഇ ജെ എന്നാണ്. ഇനി ക്യൂ ക്യൂ തന്നെ. ഈ ജെ ക്യാപ്പിനെ ലാസ്റ്റിൽ കൊണ്ടുവച്ചു. അപ്പൊ എന്തായി? ഇ ക്യൂ ജെ ക്യാപ്. വളരെ ക്ലിയർ ആണ്. ഈ ഫോഴ്സ് ഗിവൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? വൈ ഡയറക്ഷനിലാണ്. സംശയമുണ്ടോ? അപ്പോ ഈ അങ്ങോട്ട് പോകുന്ന ചാർജഡ് പാർട്ടിക്കിളിനെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് തള്ളും?
മേലോട്ട് തള്ളും. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഇനി അടുത്ത് ഫോഴ്സ് ഗിവൺ ബൈ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എത്ര ഫോഴ്സ് കൊടുക്കുന്നു? ഇതിനെ ഞാൻ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കട്ടെ. മാഗ്നറ്റിക് ഫീൽഡ് ചാർജിന്റെ ഇടയിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്താ? F is equal to Q V cross B. അതിനകത്ത് ആരുടെ ചോദിക്കാനിരിക്കുന്നു? പറയൂ. Q പറഞ്ഞോളൂ. V cross B എന്നാണ്. ഓക്കെ, ഈക്വൽ ടു Q അതുപോലെ എഴുതി. എന്താണ് V? VI. അപ്പൊ VI ക്യാപ് ക്രോസ് അടുത്ത് എന്താണ് B? BK ക്യാപ്. ഓക്കെ, ഇനി അടുത്ത് is equal to നേരെ നോക്കണം. Q V B അടുത്ത് I ക്രോസ് K എന്നാണ് കിടക്കുന്നത്. കണ്ടോ? I ക്രോസ് K. നമുക്ക് അറിയാന്നുള്ള കേസ് ഞാൻ പറയാം. IJK പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? I ക്രോസ് J K. അടുത്ത് J ക്രോസ് K I. അടുത്ത് K ക്രോസ് I എന്താണ്? J ആണോ? K ക്രോസ് I J. അപ്പൊ ഇവിടെ കിടക്കുന്നത് I ക്രോസ് K അല്ലേ? K ക്രോസ് I J. അങ്ങനെയാണെങ്കിൽ I ക്രോസ് K എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് J എന്നല്ലേ? അപ്പൊ ഇതിന് എന്തെന്ന് എഴുതാം? QVB ഇൻറ്റു മൈനസ് J ക്യാപ് എന്ന് എഴുതി. ഇത് ഇന്ന് വളരെ ക്ലിയർ ആണ്. ഈ ഫോഴ്സിന്റെ ആൻസർ എങ്ങോട്ടാണ്? നെഗറ്റീവ് OE ഡയറക്ഷനിലല്ലേ? ഫോഴ്സ് എങ്ങോട്ടാണ്? നെഗറ്റീവ് OE ഡയറക്ഷനിലാണ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ ആ പാർട്ട് എഴുതി കാണിക്കാം. നമ്മളിപ്പോ ഒരു ചാർജഡ് പാർട്ടിക്കിൾ X ഡയറക്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇങ്ങനെയാണ്, Z ഡയറക്ഷനിലാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് കുറെ നേരം കൊണ്ട് പറയുന്നതാണ്, അറിയാം. F ഈസ് ഈക്വൽ ടു Q V ക്രോസ് B ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഇതിനകത്ത് വാല്യൂ ചുമ്മാ പറക്കിയിട്ട് എന്താണ്? Q അതുപോലെ എഴുതി. ബാക്കി വിക്ക് പകരം എന്തെഴുതാം? വെക്ടർ വിക്ക് പകരം VI എന്ന് എഴുതാം. ക്രോസ് ബിക്ക് പകരം എന്തെഴുതാം? BK ക്യാപ് എന്ന് എഴുതാം. ഇനി അടുത്ത എന്താണ് എഴുതിയത്? QVB. ബാക്കി പറയും I ക്രോസ് K എന്ന് എഴുതാം. I ക്രോസ് K. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? ഇസ് ഈക്വൽ ടു QVB അതുപോലെ എഴുതി. I ക്രോസ് K എന്ന് പറഞ്ഞാൽ എന്താണ്? K ക്രോസ് I ആണ് J. അപ്പൊ I ക്രോസ് K എന്ന് പറഞ്ഞാൽ എന്താ വരും? മൈനസ് J. അപ്പൊ എന്താണ് കിട്ടിയത്? ഈ ഫോഴ്സിന്റെ ആൻസർ, ഫോഴ്സ് ഗിവൺ ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? നെഗറ്റീവ് J. അപ്പൊ എന്താണ്? നെഗറ്റീവ് OE ഡയറക്ഷനിലാണ്. നെഗറ്റീവ് OE ഡയറക്ഷനിലാണ്. ഇത്രയും ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഞാൻ പ്രൊസീഡ് ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. So listen here, listen properly. So listen, we have a crossed electric and magnetic field. Okay, we have an electric field here, magnetic field here. They are mutually perpendicular. So a charged particle is moving perpendicular to both the fields with velocity v. Then electric field is in the OE direction, so it can be written as E equal to E J cap. Then magnetic field is in the Z direction, so I wrote it as B equal to B K cap. Then velocity is in the X direction, so velocity can be written as V I cap. No problem. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. Then electric field will definitely exert a force on the charged particle. What is of electric force? EQ. Then instead of vector E, you write EJ, then Q. Then this J is put at the end. So it is very clear. This answer is in the OE direction. Okay, no problem. Then what is the next? Force given by magnetic field. It is called as magnetic Lorentz force. I want the answer. See, what is answer? QV cross B. Instead of vector V, you write VI. Instead of vector B, you write BK. Then QVB I cross K. I cross K can be written as minus J. So your answer is in which direction? Negative OE direction. അപ്പൊ നല്ല കിടിലം സാധനമാണ്, ചിന്തിക്കാനുള്ള സാധനമാണ്. നമ്മുടെ ഇവിടെ OE ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, Z ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ചാർജഡ് പാർട്ടിക്കിൾ അങ്ങോട്ട് കയറി ഓടുകയാണ് X ഡയറക്ഷനിൽ. ഓടിയാൽ അവനെ ഇലക്ട്രിക് ഫീൽഡ് മേലോട്ട് തള്ളും, മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ട് തള്ളും. അടിപൊളി. എന്താണ് സാധനം? എന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡ് മേലോട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ അടുത്തേക്കുണ്ട്. ഇനി ചാർജഡ് പാർട്ടിക്കിൾ പോകുന്നത് X ഡയറക്ഷനിലാണ്. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ ചാർജഡ് പാർട്ടിക്കിളിനെ ഇലക്ട്രിക് ഫീൽഡ് മേലോട്ട് പിടിച്ചു തള്ളും, മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ട് പിടിച്ചു തള്ളും. ഇസ് ഇറ്റ് ക്ലിയർ? ഇതുവരെ ഉള്ളത്
ഞാൻ മായ്ച്ച് കളഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാലേ ഞാൻ എഴുതൂ. ഫുള്ളും പറഞ്ഞു തരണം. ഓക്കെ, so listen here, we are discussing about the motion of a positive particle in a crossed field region, that is crossed electric and magnetic field region. We have arranged an electric field in y direction, magnetic field in z direction, a charged particle is moving in x direction. So listen properly. See, crossed region is a, see, electric field can be represented as, tell me, vector E is equal to, first you write magnitude, then you write direction, no doubt. Then what about a magnetic field? Magnetic field, first you write magnitude, then you say direction. What is the direction? Z. Okay, then about velocity, see, velocity vector is equal to first magnitude, then direction. ഇത്രയും ഓക്കെ, ഇതൊരു ആർക്കും ഡൗട്ടില്ല. Then what is the force given by electric field? Force by electric field. So force given by electric field. Force given by electric field. I call it electric Lorentz force. What is the electric Lorentz force? EQ, EQ, EQ. So EQ, EQ. Okay, EQ. Okay. Then E can be written as EJ, then Q. It is not fair to write this J here. So EQ, then J. Okay, very clear. This force is in Y direction. This force is in Y direction. No problem. So electric field will push the particle upwards in this picture. Am I right? Next, about what is the force given by magnetic field? I call it magnetic Lorentz force. What is the magnetic Lorentz force? Q V cross B. Q V cross B. No problem. Then Q Q. Then what is vector V? What is vector V? V I. Okay. Cross. What is B? B K. No problem. Then what is the next? Q V B. Then I cross K. I cross K. Okay. Then is equal to, tell me, Q V B. What is I cross K? It is minus J. So minus J cap. Okay, very clear. It is in which direction? Negative Y direction. So it is in negative Y direction. So മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ്? Say we have an electric field in Y direction, magnetic field in Z direction. A charged particle is moving in the X direction. Electric field will push it upwards. Magnetic field will push it downwards. Very nice. Am I right? Then suppose these two pushes are equal. So what is the magnitude of upward push? So magnitude of upward push is EQ. Alle? Then what is the magnitude of downward push? It is QVB. Am I right? Suppose these two pushes are equal. Okay. Then QQ cancelled. Then I am calculating V. What is V? V equal to say E by B. V equal to E by B. I am getting a very interesting result here. So V equal to E by B is a result I got. എന്താണ് ഞാൻ പറഞ്ഞത്? So when a charged particle moves along x direction, when there is electric field in y direction and magnetic field in z direction, electric field will push the particle upwards, magnetic field will push the particle downwards. Suppose these two pushes are in the opposite equal. Suppose these two pushes, that is upward push and downward push, are equal, then upward push EQ will be equal to downward push QVB. So then QQ cancel, I am getting a result V equal to E by B. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ റിസൾട്ട് കണ്ടിട്ട് എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ട്, അതല്ലാതെ വേറെ വല്ലതും ഒന്നും തോന്നുന്നില്ല. സോ ലിസൺ, അപ്പൊ വീണ്ടും 2 പ്രാവശ്യം കൊല്ലാൻ തോന്നുന്നുണ്ട്. സോ ലിസൺ, V equal to E by B എന്ന് പറഞ്ഞ റിസൾട്ടിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറയാം. നമ്മുടെ ഇവിടെ ഇതാ ഈ ഡയറക്ഷനിലല്ലേ നിങ്ങളുടെ ചാർജഡ് പാർട്ടിക്കിൾ സഞ്ചരിച്ചേ? അതിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത് E by B എന്ന്. അതായത് നിങ്ങളിവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, നിങ്ങളല്ലേ അറേഞ്ച് ചെയ്തത്, അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഇയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ തന്നെയല്ലേ അറേഞ്ച് ചെയ്തത്, അപ്പൊ അതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. അപ്പൊ E by B കാൽക്കുലേറ്റ് ചെയ്തു, എനിക്ക് കിട്ടിയത് 2 എന്നാണ്. എത്ര കിട്ടിയത്? 2. അങ്ങനെയാണെങ്കിൽ ഈ 2 ആണ് എന്തിന്റെ ആൻസർ? വിയുടെ ആൻസർ. E by B എന്ന് പറയുന്നത് V ആണ്. അപ്പൊ ഇയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, ബിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. അപ്പൊ
അപ്പൊ E by B ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 2 എന്ന് കിട്ടി. അപ്പൊ വെലോസിറ്റിയുടെ ആൻസർ 2 എന്നാണ്. അതായത് ഇവിടെ നിന്ന് ഞാൻ കുറെ ചാർജഡ് പാർട്ടിക്കിളിനെ ഇങ്ങോട്ട് വിടുകയാണേ. ഇവിടുത്തെ ഈ സിറ്റുവേഷനിൽ E by B യുടെ ആൻസർ എത്രയാണ്? 2 ആണ്. E by B യുടെ ആൻസർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 2 എന്നാണ്. അപ്പൊ ഞാൻ ഒരു പാർട്ടിക്കിളിനെ 4 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വിട്ടു. വേറെണ്ണത്തിന് 8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വിട്ടു. വേറെണ്ണത്തിന് 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വിട്ടു. വേറെ എണ്ണത്തിന് 3 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വിട്ടു. വീണ്ടും ഒരെണ്ണത്തിന് 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വിട്ടു. ഇങ്ങനെ പല വെലോസിറ്റിയിൽ ഞാൻ എക്സ് ഡയറക്ഷനിൽ ചാർജ് പാർട്ടിക്കിളിനെ വിട്ടു കഴിഞ്ഞാൽ 2 ഉള്ളവന്മാര് മാത്രമേ അങ്ങോട്ട് കയറി പോകൂ. അത് ഇവിടുത്തെ സിറ്റുവേഷനിൽ E by B യുടെ ആൻസർ എത്രയാ? 2 ആണ്. ആ 2 ആണ് ഇവിടുത്തെ വെലോസിറ്റി. അപ്പോ പല വെലോസിറ്റിയിൽ പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിൾ മാത്രം ഫിൽട്ടർ ചെയ്ത് കിട്ടാൻ ഈ പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് E by B യെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഫിൽട്ടർ. എന്താണ് പറയുക? വെലോസിറ്റി ഫിൽട്ടർ അല്ലെങ്കിൽ വെലോസിറ്റി സെലക്ടർ എന്ന് പറയും. എന്താ പറയുക? വെലോസിറ്റി സെലക്ടർ. അല്ല, അടിപൊളി സാധനമാണിത്. E by B യെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി സെലക്ടർ. എന്താ അങ്ങനെ വിളിക്കുന്നത്? E by B ആണ് ഈ ക്രോസ്ഡ് ഫീൽഡിൽ കൂടെ കയറി പോകുന്ന ചാർജഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയെ തീരുമാനിക്കുന്നത്. E by B യുടെ ആൻസർ 3 ആയിരുന്നെങ്കിൽ 3 ഉള്ളവന്മാർ മാത്രമേ കയറി പോകൂ. E by B യുടെ ആൻസർ 8 ആണെങ്കിൽ 8 ഉള്ളവന്മാർ മാത്രമേ കയറി പോകൂ. അപ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലുള്ള ചാർജഡ് പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നുണ്ട്. E by B ഈസ് നോൺ ബൈ ദ നെയിം വെലോസിറ്റി സെലക്ടർ. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് വെലോസിറ്റി ഫിൽട്ടർ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നല്ല അടിപൊളിയാണ്. ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ലിസൺ പ്രോപ്പർലി. Nice question, very very important. So listen here. Consider an electric field in OE direction. Then it can be written as E vector E is equal to E j cap. Then there is a magnetic field in Z direction. Then vector B can be written as B. Then along Z direction. Then a charged particle is moving along X direction. So its velocity can be written as V equal to V I cap. No doubt. Then the electric field will exert a force on the particle. I call the force as electric Lorentz force. What is answer of electric Lorentz force? EQ. Okay. Instead of E, you write EJ. Then Q. Then J is put at the end. So very clear. A force given by electric field is in the OE direction. No doubt. See, that is in this picture your particle will be pushed upwards by the electric field. No problem. Then what is the next? What is the force given by magnetic field? Force given by magnetic field is equal to QV cross B. No problem. Then instead of V you write VI. Then instead of B you write BK. Then QVB. Then I cross K. Okay. Then I cross K is nothing but minus J cap. Then so very clear. Force given by magnetic field is in negative OE direction. That is the magnetic field will push the particle downwards. See, electric field will push the particle upwards. Magnetic field will push the particle downwards. Suppose these two pushes are equal, then you can equate. Upward push is EQ, downward push is QVB. You take the magnitude a lot. So EQ equal to QVB. Then QQ cancelled, you calculate V. V equal to E by B. So this E by B is known as velocity filter or velocity selector, because E by B decides the value of velocity of the particle which can move in cross the electric and magnetic field region. See, E by B decides the velocity of the particle which can move in the cross the electric and magnetic field region. So E by B is known as velocity selector or velocity filter. Is it clear? Is it clear? See, why E by B is called velocity selector? Because E by B decides the velocity of the particle which can move in the crossed electric and magnetic field region. So E by B is known as velocity selector or velocity filter. ഇനി പറയേണ്ട ആവശ്യമുണ്ടോ?